ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പോൾ ഇത് ഇന്നലെ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുടെ അന്ന് എടുത്ത ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ ഇന്നലെ ഇട്ടിരുന്ന വ്ളോഗും വീഡിയോയൊക്കെ ഒരുപാട് പേര് കാണുക സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഈ വീഡിയോയും ഫുള്ളായിട്ട് കാണുക. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടോടെ ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാമല്ലേ, ഇന്നലെ ഞാനൊരു അപ്പത്തിൻ്റെ മാവൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിരുന്നില്ലേ. അപ്പം ദേ എന്താ കറക്റ്റ് അടിപൊളിയായിട്ട് നല്ല അപ്പം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അരി അരച്ചുണ്ടാക്കും പോലെ തന്നെ പെട്ടെന്നൊരു അത്യാവശ്യമൊക്കെ വന്നാൽ നമുക്ക് പാക്കറ്റ് മാവിലും ഉണ്ടാക്കാം, നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് 2 പാത്രം ഒരേപോലെ അപ്പുറവും ഇപ്പുറവും വെച്ചു കൊടുത്താണ് എടുക്കുന്നത്. അപ്പം ഇപ്പം ചുറ്റിക്കുന്ന വന്നിട്ട് ഇരുമ്പ് പാത്രമാണ് കേട്ടോ. അപ്പം അതിന് പിടിയില്ല, അതുകൊണ്ടാണ് 2 കൈയിലും ഇങ്ങനെ ഗ്ലൗസും ടവലും ഒക്കെ വെച്ച് പിടിച്ച് ചുറ്റിക്കുന്നത്. അപ്പോൾ സാധാരണ എല്ലാവരും കറി ആദ്യം ഉണ്ടാക്കും, അതിനുശേഷം അപ്പോ ദോശയൊക്കെ ചുട്ടിട്ട് ചൂടോടുകൂടി മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ കൊടുക്കാറാണ് പതിവ്. എന്നാൽ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണെന്നറിയോ, നമുക്ക് അങ്ങനെ ചൂടോടെ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് തോന്നുക നമ്മൾ 4 പേരും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിച്ചൊക്കെ കഴിക്കുമ്പോഴത്തേക്കാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ അപ്പം അങ്ങ് ചുടുന്നു, അതിൻ്റെ കൂടെ തന്നെ കറിയും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ചിക്കൻ സ്റ്റൂ ആണ്. ഇന്ന് ചിക്കൻ വെക്കാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ മുൻപിലത്തെ ഒരു വ്ളോഗിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ, നമ്മൾ ലുലുവിൽ പോയിട്ട് ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നത്. അപ്പം അതൊക്കെ ഇരിപ്പുണ്ട്. ഇനിയിപ്പം നാളെ മുതൽ, അതായത് ഇന്നിപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇന്ന് മുതൽ, അതായത് 3-ാം തീയതി മുതൽ നമുക്ക് നവരാത്രി വ്രതം ആരംഭിക്കുകയാണ് അല്ലേ. ഇപ്പം നവരാത്രി തിരുവനന്തപുരത്ത് ഭയങ്കര ആഘോഷമൊക്കെയാണ് കേട്ടോ. നമുക്കിവിടെ തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ ഗുണ്ടണി മങ്കയും അതുപോലെ തന്നെ കുമാരസ്വാമിയും ഒക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെയൊക്കെ പോയി കാണണം, തൊഴണം. അപ്പോൾ അതുകൊണ്ട് നവരാത്രി വ്രതമാണല്ലോ, വ്രതം ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് നോൺ വെജ് ഒന്നും കഴിച്ചിടും. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രിഡ്ജിൽ ഇരുന്ന് ചിക്കൻ എല്ലാം ഇങ്ങനെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം അങ്ങ് ഉണ്ടാക്കി ഇന്നങ്ങ് തീർക്കുകയാണെങ്കിൽ മക്കൾക്കും കഴിക്കാം, പിന്നെ ചീത്തയായി പോകുന്നുള്ള ടെൻഷനും വേണ്ട. കാരണം ഇല്ലെങ്കിൽ പിന്നെ 10 ദിവസം കഴിഞ്ഞിട്ടല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണേ. അപ്പം രാവിലെ തന്നെ ചിക്കൻ സ്റ്റൂ ആണ്. അപ്പം നമ്മൾ ബ്രസ്റ്റ് പീസ് വാങ്ങിച്ചത് കട്ട് ചെയ്ത് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതുപോലെ ഉച്ചയ്ക്കാണെങ്കിൽ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതോടുകൂടി നമ്മുടെ ഫ്രിഡ്ജിലിരുന്ന ചിക്കൻ്റെ കഥ തീർന്നിട്ടുണ്ട്. അപ്പോഴത്തെ ചിക്കൻ സ്റ്റൂ ഞാൻ സാധാരണ നമ്മുടെ കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. ഇന്ന് ഞാൻ നമ്മുടെ ഈ ഇരുമ്പ് പാത്രത്തിലാണ് വെച്ചത്. സത്യം പറയാലോ, ടേസ്റ്റിൽ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. ഇരുമ്പ് പാത്രത്തിൽ വെക്കുന്നതും കുക്കറിൽ വെക്കുന്നതും തമ്മിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. സാധാരണ ഇവിടെ എന്ത് സാധനം വെച്ചാലും ഒരു നുള്ളെങ്കിലും മിച്ചം വരും കേട്ടോ. എന്നിട്ട് അത് എടുത്ത് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അത് പിന്നെ ഞാൻ കഴിച്ചു തീർത്ത് എനിക്ക് പിന്നീട് വെച്ചിരുന്ന് കഴിക്കേണ്ട ഒരവസ്ഥയാണ്. പക്ഷെ ഇന്ന് എന്തോ എല്ലാ സാധനവും ഉണ്ടാക്കിയ എല്ലാ സാധനവും ഇന്ന് തന്നെ അതാത് സമയങ്ങളിൽ തന്നെ തീർന്നു കേട്ടോ. പിന്നെ ഈ ചിക്കൻ സ്റ്റൂ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്, പക്ഷെ കഴിച്ചു വന്നപ്പോഴത്തേക്ക് കറക്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ഒരല്പം പാത്രത്തിൽ ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയും കൂടെ ഇട്ട് കൊടുക്കും. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കും. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കും. അപ്പം എൻ്റെ കയ്യിൽ വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തു. ഇഞ്ചി പേസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഇട്ട് കൊടുത്തു. അതിനുശേഷം അതൊന്ന് വാടിയൊക്കെ വന്ന് 4 പച്ചമുളക് കൂടെ, 2 പച്ചമുളകും 2 തൊണ്ടമുളകും കൂടെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതൊന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ചിക്കനും കൂടെ ഇട്ട് കൊടുത്ത് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കും കേട്ടോ. അത് വെന്ത ഒരു 1/4 ഭാഗം വേവാകുമ്പോഴത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ തേങ്ങാപ്പാലുണ്ടല്ലോ, അതിൽ 2-ാം പാൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലെ പ്രത്യേകത അറിയാലോ, മുളക് പൊടിയൊന്നും ചേർക്കില്ല, വൈറ്റ് കളറിലാണല്ലോ ഇരിക്കുന്നത്. ആകെ കുരുമുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് കേട്ടോ. അപ്പം 2-ാം പാൽ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും 1-ാം പാലും കൂടെ എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ തിള പൊട്ടുമ്പോഴത്തേക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക. നമ്മുടെ അടിപൊളി ചിക്കൻ സ്റ്റൂ റെഡിയാവും കേട്ടോ. അപ്പം ഞാൻ അതിനിടയ്ക്ക് ഒരു 4 പൂ പോലത്തെ അപ്പം, പൂവിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കുന്ന അപ്പം ഇല്ലേ, അത് ഒരുപാട് പേര് കാണിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഏറ്റവും കൂടുതൽ ഫേമസ് എനിക്ക് തോന്നുന്നു പേളിമാണി കാണിച്ച പൂവപ്പം അതാണ് കേട്ടോ, ആണെന്ന് തോന്നുന്നു. അപ്പം അതും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിനു മുമ്പും അതുപോലെയൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ, പൂവപ്പമൊക്കെ. ഇപ്പം ചുമ്മാ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന്, അത്ര തന്നെ, അല്ലാതെ വേറൊന്നുമില്ല. അപ്പം നമ്മുടെ കറിയെല്ലാം സെറ്റായി, അപ്പം എല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ശിവചേട്ടൻ, ഞാനിത് കോഴിക്കൊണ്ട് നിന്നപ്പോൾ തന്നെ ശിവചേട്ടൻ കാപ്പി കുടിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കാപ്പി കുടിക്കാറായി. ഇനി നമുക്കിതെല്ലാം കൂടെ ടേബിളിൽ കൊണ്ടുവച്ച് കാപ്പി കുടിക്കാം. അപ്പോൾ ദാ ശിവചേട്ടൻ വന്നിരുന്നു, കാപ്പി കുടിക്കുന്നു.
മാധു ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഞാനും പൊന്നും കഴിച്ചു കേട്ടോ. ഞങ്ങൾ 4 പേരും കഴിച്ചതിന് ശേഷം ദേ വന്ന് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഇരുമ്പ് പാത്രമാണ് ഒന്ന് തേച്ച് കഴുകുന്നത്. ഇരുമ്പ് പാത്രം നമ്മൾ വെള്ളത്തിലൊന്നും എടുത്തിട്ടിട്ടില്ലായിരുന്നു, ഗ്യാസിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. കാരണം തണുത്തതിന് ശേഷം വെള്ളം തട്ടിക്കാവൂ കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് പാത്രങ്ങൾ ചീത്തയാവും. ഇരുമ്പ് നല്ല നോൺ സ്റ്റിക്ക് ആയാലും സ്റ്റീൽ ആയാലും ഒക്കെ അങ്ങനെയാണ്, ചൂടോടുകൂടി എടുത്ത് വെള്ളത്തിൽ ഇടാതിരിക്കുക. അപ്പോൾ ദേ ഇരുമ്പ് പാത്രം നമ്മൾ കഴിച്ചിട്ട് വന്നപ്പോൾ തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അതൊന്ന് കഴുകി നമ്മൾ ഗ്യാസ് കത്തിച്ച് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഗുണമെന്ന് വെച്ചാൽ അതിരുന്ന് അവിടെ ചൂടായി വരുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കി പാത്രങ്ങളെല്ലാം തേച്ച് കഴുകിയെടുക്കാം. മാത്രമല്ല നമുക്കിത് ചൂടായി ഇതിൽ എണ്ണ തടവി വെക്കേണ്ടതുണ്ടല്ലോ. മാത്രമല്ല എണ്ണ തടവി ഇങ്ങനെ വെച്ചാലും പറ്റില്ല, നമുക്ക് അതെടുത്ത് ഈ പാത്രമൊക്കെ വെക്കുന്നിടത്തോട്ട് വെക്കണമെങ്കിൽ വീണ്ടും തണുക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ആദ്യം ചെയ്തു വെച്ചു. അപ്പൊ ആ സമയം കൊണ്ട് നമ്മുടെ പാത്രങ്ങളെല്ലാം തേച്ച് കഴുകി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇനി അത് തണുത്തതിന് ശേഷം എടുത്ത് വെക്കാം പാത്രങ്ങൾ. പിന്നെ ദേ കപ്പിലിരിക്കുന്നത് കുടിക്കാനുള്ള വെള്ളമാണ്. പിന്നെ ആ പാത്രത്തിലിരിക്കുന്നത് ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കനാണ് കേട്ടോ. പിന്നെ കഴുകിയ പാത്രങ്ങളെല്ലാം ദേ ഇപ്പുറത്ത് അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കിച്ചൺ ജോലിയൊക്കെ രാവിലത്തത് കഴിഞ്ഞു. ഇനിയിപ്പം മക്കളെ കൊണ്ടുവന്ന് ട്യൂഷൻ ആക്കണം. അപ്പം ദേ മേശപ്പുറമൊക്കെ ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ. ആരെങ്കിലും പെട്ടെന്ന് കയറി വന്നാൽ നമ്മൾ എന്ത് സാധനം ആദ്യം കൊണ്ടുവയ്ക്കുന്ന സ്ഥലം ഈ ഡൈനിങ് ടേബിൾ ആയിരിക്കും. അതിപ്പോൾ ഇവിടെ നിന്നല്ല എല്ലാ വീടുകളിലും. അപ്പം ദേ കൊണ്ടുപോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് മഴ. ആദ്യം ഓർത്തു എന്നാ പിന്നെ കൊണ്ടാക്കണ്ട, മഴയല്ലേന്ന്. പിന്നെ വിചാരിച്ചു നാളെ എക്സാം ആണ് കേട്ടോ, അപ്പം എക്സാം ആയിട്ട് വിടാതിരുന്നാൽ ശരിയാവില്ല. അങ്ങനെ പിന്നെ അവരെ കൊണ്ടുവന്നാക്കി പെരുമഴയത്ത് കൊണ്ടാക്കിയിട്ട് ദേ തിരിച്ചു വന്നു. അപ്പോൾ പച്ചമുളകില്ലായിരുന്നു, അങ്ങനെ ഞാൻ കുറച്ച് പച്ചമുളക് വാങ്ങിച്ചു. പിന്നെ ദേ തിരിച്ചു വന്നിട്ട് നമ്മുടെ മുല്ല പൂത്ത് നിന്നതിൽ നിന്ന് കുറച്ചെടുത്ത് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിലോട്ട്. പിന്നെ കുറച്ച് മല്ലിയില വാങ്ങിച്ചപ്പോൾ ആ കടയിലെ ചേട്ടനാണെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടെ തന്നു കേട്ടോ. പിന്നെ ചോറാണെങ്കിൽ ബിരിയാണിയുടെ റൈസ് ആണെങ്കിൽ ഞാൻ ഊറ്റിയെടുക്കാൻ മടിച്ചിട്ട് കുക്കറിൽ അങ്ങ് വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ സവോള എണ്ണയിൽ വറുത്തെടുക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ബിരിയാണിയിൽ ഏറ്റവും കൂടുതൽ എണ്ണയുടെ കണ്ടന്റ് വരുന്നതിന് കാരണം. അപ്പൊ അതിന് പകരം ഞാൻ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഉള്ളി അരിഞ്ഞ് അതിലേക്ക് ഒരല്പം ഉപ്പും ഒരു നുള്ള് പഞ്ചസാരയും ഒരു നുള്ള് എണ്ണയും കൂടെ ഒഴിച്ച് ഇതുപോലെ ഒന്ന് തിരുമിയിട്ട് നമ്മുടെ എയർ ഫ്രയറിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഒരു 180 ഡിഗ്രിയിൽ ഒരു 2 മിനിറ്റ് വെച്ചിട്ട് 2 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പം എണ്ണ കുറച്ച് മതി. അപ്പം ഈ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് പെട്ടെന്ന് മടുപ്പ് തോന്നുന്നതും അതുകൊണ്ടാണ്. നെയ്യുടെയും എണ്ണയുടെയും ഒക്കെ ഉപയോഗം വളരെ കൂടുതലായിരിക്കും. പിന്നെ ഞാൻ ഈ ബിരിയാണിയുടെ റെസിപ്പി ഒന്നും പറയുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി ബിരിയാണി റെസിപ്പിയൊക്കെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലിൽ കയറിയിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ബിരിയാണി റെസിപ്പി കിട്ടും കേട്ടോ. നല്ല ഈസി ആയിട്ട് ഗിൽറ്റ് ഫ്രീ ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് ബിരിയാണിയും സാധനങ്ങളൊക്കെ ഞാൻ കൂടുതൽ ഉണ്ടാക്കുന്നത്. വേറൊന്നും കണ്ടല്ല, നമ്മൾ ട്രഡീഷണൽ നോക്കി പോകുമ്പോഴത്തേക്കേ നമുക്ക് ഒരുപാട് എണ്ണയും നെയ്യും ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വല്ലപ്പോഴും മാത്രം ഉണ്ടാക്കി വല്ലപ്പോഴും മാത്രം കഴിക്കുക, അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കുമ്പം മാത്രമായിരിക്കുമല്ലോ എണ്ണയായാലും നെയ്യായാലും ഒക്കെ കൂടുതൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ പായസം ഉണ്ടാക്കുമ്പോൾ ഒക്കെ. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല, നമ്മൾ ഒരുപാട് സ്നാക്സ് ആയിട്ടും ഒക്കെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പണ്ടൊന്നും നമ്മളൊക്കെ കുഞ്ഞായിരിക്കുമ്പം സ്നാക്സ് ആയിട്ടൊക്കെ അധികവും അങ്ങനെ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കൂടുതലും വീട്ടിലല്ലേ അധികവും ഉണ്ടാക്കി തരിക അമ്മമാര്. അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നം വരില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ, നമ്മൾ കൂടുതലും കടയിലുള്ള കടപ്പലഹാരങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഈ ഇതിന്റെയൊക്കെ ഉപയോഗം കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ കുറച്ച് ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം നമ്മുടെ മക്കളുടെ സ്കൂളിൽ വന്നിട്ട് ഹാഫ് ഇയർലി എക്സാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ മക്കൾക്കൊക്കെ ഹാഫ് ഇയർലി എക്സാം തുടങ്ങിയോ, എങ്ങനെയാണെന്നൊക്കെ പറയണം കേട്ടോ. ഇവർ രണ്ടുപേരും തിരുവനന്തപുരം ഹോളി ഏഞ്ചൽ സ്കൂളിലാണ് പഠിക്കുന്നത്. CBSE ആണ് കേട്ടോ. അപ്പോൾ അവർക്കിപ്പോൾ ഹാഫ് ഇയർലി എക്സാം തുടങ്ങി. ഇനിയിപ്പോൾ ഈ മാസം ഫുൾ എക്സാം ആണ്. അവരുടെ ചേച്ചിമാർ രണ്ടുപേരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കിലായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഈ ജോലി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുമ്പോൾ, നമുക്ക് ഈ ഇടയ്ക്ക് ചെറിയ ചെറിയ ഗ്യാപ്പുകൾ കിട്ടും കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പുകൾ മാക്സിമം നമ്മൾ ആ കിച്ചണിൽ നിന്ന് ചെയ്യേണ്ട മറ്റു ജോലികളിലും കൂടെ ചെയ്ത് അങ്ങ് തീർക്കുക. അപ്പം നമ്മൾ ആ സമയം വെറുതെ പാഴാവുകയും ഇല്ല, നമ്മുടെ ആ ജോലി അങ്ങ് തീർന്നു കിട്ടുകയും ചെയ്യും. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചെറിയ ചെറിയ പാത്രങ്ങൾ നമ്മൾ ഓരോന്നും ചെയ്യുമ്പോഴത്തേക്കും കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ ഇങ്ങനെ വീഴും. അപ്പോഴത്തേക്കും അത് കഴുകി വെക്കുക. അതുപോലെ ഇപ്പം ബിരിയാണി ഉണ്ടാക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ ആ സാലഡ് ഉണ്ടാക്കി വെച്ചു, അതുപോലെയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മുടെ സൂപ്പർ നല്ല മണമാണ് കേട്ടോ.
അടപ്പ് തുറന്നപ്പോൾ തന്നെ ഇങ്ങനെ കൊതി വരുന്ന വായിൽ വെള്ളം വരുന്ന ടൈപ്പ് മണമായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് പപ്പടവും കൂടെ കാച്ചിയെടുത്തു, അച്ചാറുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ കൊണ്ടുവന്ന് മേശപ്പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നിട്ട് കഴിക്കായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ഇത് ഉണ്ടായിക്കൊണ്ട് നിന്നപ്പോൾ തന്നെ ശിവചേട്ടൻ, നല്ല മഴയല്ലായിരുന്നു, അതുകൊണ്ട് ശിവചേട്ടൻ കാറിൽ പോയി പിള്ളേരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ. വിളിച്ചുകൊണ്ട് വന്ന് അവർ ഡ്രസ്സൊക്കെ മാറ്റി ദേ വന്ന് കഴിക്കാൻ തുടങ്ങി. അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീടാണെങ്കിൽ അത്യാവശ്യം നല്ല പഴക്കമുള്ള ഒരു വീടാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണോ എന്തോന്ന് അറിഞ്ഞൂടാ, നമ്മുടെ മൈക്രോവേവും എയർ ഫ്രയറും ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു പ്ലഗ് പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്തിരുന്നപ്പോഴത്തേക്ക് അതിൽ നിന്ന് ചെറിയൊരു സ്മെല്ല് വരുന്നു, ഈ പ്ലാസ്റ്റിക് ഉരുക്കിയതുപോലെ. അപ്പൊ പിന്നെ ശിവചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ശിവചേട്ടൻ മക്കളെയും വിളിച്ചിട്ട് വരണ വഴിക്ക് അതിൽ ഇടാൻ വേണ്ടിയിട്ട് എന്തോ പ്ലഗോ എന്തൊക്കെയോ മേടിച്ചുകൊണ്ട് വന്നു. അപ്പൊ അത് മാറ്റി തരുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതേ നമ്മുടെ TV സ്റ്റാൻഡൊക്കെ ഒന്ന് പെയിന്റ് ചെയ്യണു. അപ്പോഴത്തേക്ക് ഈ അതുവാണെങ്കിൽ പെയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ ഞങ്ങൾ പതുക്കെ ആ സ്കൂട്ടറിന്റെ മണ്ടയിലൊക്കെ പിടിച്ചിരുത്തി അങ്ങനെയൊക്കെ കളിച്ച് അങ്ങനെ അങ്ങ് നിന്നു. അപ്പൊ ഇവർക്ക് രണ്ടുപേരും ഇപ്പം പഠിച്ചിട്ട് വന്നല്ലേ ഉള്ളൂ. ഇനിയിപ്പോ വൈകുന്നേരം ആവുമ്പോ പഠിക്കാൻ വീണ്ടും പിടിച്ചിരുത്തണം, നാളെ എക്സാം അല്ലേ. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ മാറി നിൽക്കുള്ളൂ, ഇല്ലെങ്കിൽ പെയിന്റ് അടിക്കണമെന്ന് പറഞ്ഞ് ബഹളമായിരിക്കും കേട്ടോ. അപ്പൊ ദേ നമ്മള് രാത്രി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതേ കണ്ടോ, നമ്മുടെ TV സ്റ്റാൻഡ് പെയിന്റ് ഒക്കെ അടിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. പെയിന്റ് ഉണങ്ങാൻ വേണ്ടി തുറന്നിട്ടിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ അതേ പരീക്ഷയായിട്ട് ചേച്ചിമാർ രണ്ടുപേരും ഭയങ്കര പഠിത്തമാണ് കേട്ടോ. നമ്മൾ എത്ര ഇത് പഠിച്ചു എന്ന് പറഞ്ഞാലും നമ്മളൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ തീർന്നു. അപ്പൊ ദേ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പൊ വീഡിയോ ഉണ്ട് എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.